പ്രവർത്തന പദ്ധതിയുടെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത്രയധികം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും കേരളം അതിന്റെ മതേതര ഘടന നിലനിർത്തി പോരുന്നു. ഞങ്ങളുടെ മത്സരം BJPക്കെതിരെയാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ പോരാടുന്നത് UDFനോടാണ്. 3 തലങ്ങളിൽ ഇടതുപക്ഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടം എന്തായിരിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ കേരളത്തിന്റെ സാമൂഹിക മൂലധനം വർദ്ധിപ്പിച്ചതാണ് എന്ന് ഞാൻ പറയും. ഞങ്ങൾ തീർച്ചയായും വിജയിക്കും. ശരി, ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. ഇപ്പോഴത്തെ അവസ്ഥ വളരെ സങ്കീർണമാണ്. കാരണം നിങ്ങൾക്ക് 2 തവണ ഭരണം ലഭിച്ചു, 50 വർഷത്തെ റെക്കോർഡ് തകർത്തു. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിങ്ങളുടെ പ്രകടനം മോശമായിരുന്നു. ഇനി എന്താണ് ആ മാറ്റം വരുത്തുക? നിങ്ങൾക്കിവിടെ വിജയിക്കണമെങ്കിൽ ആ പ്രവണതയെ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും നിങ്ങളെ സഹായിക്കുകയോ ദോഷം ചെയ്യുകയോ ചെയ്യാവുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ശരി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പും വ്യതിരിക്തവും വ്യത്യസ്തവുമാണ്. ശരി, അതാണ് എന്റെ അനുഭവം. ഒരുപാട് പതിറ്റാണ്ടുകളായി ഞാൻ കേരള രാഷ്ട്രീയം നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ മോശമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ ദയനീയമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അതിശയിപ്പിക്കുന്ന വിജയത്തോടെ തിരിച്ചു വന്നു. ഏകദേശം 1 സെഞ്ചുറി. അതിശയിപ്പിച്ചത് 99. അതെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മുൻപത്തെ തിരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ മുൻപത്തെ സ്ഥിതിവിവര കണക്കുകളോ മാത്രം വിശകലനം ചെയ്ത് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ നിങ്ങൾക്കാവില്ല എന്നാണ്. കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാറുന്നു. അത് മാറുന്നു. കൂടാതെ ആളുകളുടെ മാനസികാവസ്ഥയും. കാരണം അവർക്ക് ചില മുൻഗണനകളുണ്ട്. ആരായിരിക്കണം ഡൽഹിയിൽ, ആരായിരിക്കണം പഞ്ചാബിൽ, ആര് പഞ്ചായത്ത്, ആരായിരിക്കണം അസംബ്ലിയിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലുള്ളത് വിദ്യാസമ്പന്നരും കൂടുതൽ അവബോധമുള്ളവരുമായ ഒരു വോട്ടർ സമൂഹമാണ്. അതായത് ഈ സൂക്ഷ്മതകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു. എന്തൊക്കെയാണ് ഇത്തവണത്തെ സൂക്ഷ്മതകൾ? സൂക്ഷ്മത എന്തെന്നാൽ, എനിക്ക് തോന്നുന്നു, എനിക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലുണ്ടായിരുന്നു, പലയിടത്തും സഞ്ചരിക്കുകയായിരുന്നു എന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേരളം അടിമുടി മാറിയിരിക്കുന്നു. ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് പോലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടു. കൊല്ലത്ത് വെച്ച് 2 യുവതികളുമായുള്ള നിങ്ങളുടെ സംഭാഷണം. അത് വൈറലായിട്ടുണ്ട്. എന്തായാലും ശരി, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതി, ആ നിമിഷത്തെ തോന്നലിൽ. അതെ, ആ നിമിഷത്തെ തോന്നലിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും അവർക്ക് എത്ര വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് നോക്കൂ. ഇത് ഇടതിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങളെ ചരിത്രമാക്കും. നിങ്ങൾ പറയുന്നു കേരളം തീർച്ചയായും എപ്പോഴും UDFനും LDFനും ഇടയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോവിഡിൻ്റെയും ശ്രീ പിണറായി വിജയൻ്റെയും ഘടകം കാരണം പിണറായി വിജയൻ ജനങ്ങൾക്ക് ഒരു രക്ഷകനെ പോലെ പ്രവർത്തിച്ചതായി കാണപ്പെട്ടു. അതിനാൽ അത് സംഭവിച്ചു. ഇത്തവണ ആ അർത്ഥത്തിൽ അങ്ങനെയൊരു തരംഗമില്ല. കൂടാതെ മുതിർന്ന നേതാക്കൾ രാജിവെച്ചതോടെ ഇടതിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരു കലാപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പ്രതിച്ഛായ തകരുന്നതും നിങ്ങൾ നേരിടുന്ന കലാപവും. കാരണം ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി കൂടി നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ ചില വിമത സ്ഥാനാർത്ഥികളെ UDF പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന വസ്തുത അതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അത്ര വലിയ കളിക്കാരായിരുന്നില്ല. 63 വർഷം അനുഭവ പരിചയമുള്ള ഒരാൾ. ഇല്ല, യഥാർത്ഥത്തിൽ എല്ലാവരും വിരമിച്ചവരായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് തികച്ചും സ്വാഭാവികമാണ്. അവർക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. പക്ഷേ നേതൃനിരയിൽ സജീവമായ ആരും മറുപക്ഷത്തേക്ക് കൂറുമാറിയിട്ടില്ല. പിന്നെ 1-2 പേർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തരം താഴ്ത്തുകയും, അതായത് ബ്രാഞ്ച് തലം വരെയാക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് പോയത് ഇങ്ങനെയുള്ളവരാണ്. ഗൗരവമുള്ള ഒരു നേതാവും മറുപക്ഷത്തേക്ക് കൂറുമാറിയിട്ടില്ല. അതെനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. മാത്രമല്ല, നോക്കൂ, ഒരു നേതാവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നു എന്നതല്ല വിഷയം. അപ്പോൾ നിങ്ങൾ BJPയെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രമുഖ മുഖങ്ങളിൽ മിക്കവരും കോൺഗ്രസിനൊപ്പമുണ്ടായിരുന്നവരാണ്. നോക്കൂ, കെയെക്കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. കരുണാകരനും AK-യും ആന്റണി, ഒന്നാലോചിച്ചു നോക്കൂ. അതായത് കരുണാകരന്റെയും ആന്റണിയുടെയും മകളും മകനും BJPയിലെ പ്രമുഖ മുഖങ്ങൾ.
ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അതുകൊണ്ട് ഇടതുപക്ഷം അതുപോലെയായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ചില സ്വാധീനങ്ങളുണ്ട്. കൂടാതെ ഉയർന്നുവന്ന ദേശീയ സ്വഭാവത്തിൽ നിന്ന് കേരളത്തെ മാറ്റി നിർത്താനും കഴിയില്ല. ഈ സാമ്രാജ്യമെന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ നമുക്ക്, ഞാൻ ഉദ്ദേശിച്ചത്, ഒരു പരിധിവരെ തടയാനോ ചെക്ക്മേറ്റ് ചെയ്യാനോ കഴിയും. പക്ഷേ സ്വാധീനങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാകും. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മറുവശം കാണണം. ഈ പ്രകോപനങ്ങളെല്ലാം ഉണ്ടായിട്ടും കേരളം അതിന്റെ ആ മതേതര ഘടന നിലനിർത്തി വരുന്നു. അത് നിങ്ങളും അഭിനന്ദിക്കേണ്ട ഒന്നാണ്. ആദ്യമായി നിങ്ങൾ കൂടുതൽ ഒന്ന് കണ്ടിരിക്കുന്നു. തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, ഇത് ചെയ്യുന്നത് പാർട്ടിയാണ് എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ കൂടുതൽ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു പാർട്ടിയായി മാറിയെന്ന് തോന്നുന്നു. അവിടെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയെ പോലെയാണ്. നിങ്ങൾ കേരളത്തിലൂടെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രസിഡൻഷ്യൽ പ്രചാരണം പോലെയാണ്, അറിയാമോ? അപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്? കേരളത്തിലെ ആളുകൾ ഇത് അംഗീകരിക്കുമോ, അതോ അവരിത് സന്തോഷത്തോടെ സ്വീകരിക്കുമോ? നോക്കൂ, പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഞങ്ങൾ അതെല്ലാം പറഞ്ഞു. പിന്നെ മുൻപും ഞങ്ങൾക്ക് പിണറായി, നായനാർ, EMS, VS എന്നിവരെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അച്യുതാനന്ദൻ, അവരാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോൾ പ്രചാരണം കൂടുതൽ ദൃശ്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ സന്ദേശങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഒരു സംവിധാനമുണ്ട്. ടെലിവിഷൻ പരസ്യങ്ങൾ, ജിംഗിളുകൾ, പിന്നെ എന്താണത്, ഔട്ട്ഡോർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പണ്ട് നിങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത്. നമുക്കത് ഇല്ലായിരുന്നു എന്നല്ല. കൂടാതെ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. നോക്കൂ, നിങ്ങൾ പിണറായി എന്നൊരു നേതാവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണോ? അതൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അതുണ്ടാകുമെന്ന്. നോക്കൂ, 2 വർഷം മുൻപ് നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളും പത്രങ്ങളും നോക്കിയാൽ പ്രധാന ആഖ്യാനം ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നതായിരുന്നു. അതായത് ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വഴി സംസ്ഥാന തലം വരെ. പിണറായി വിജയനെ പൊരിക്കുകയാണെന്നും വിമർശിക്കുകയാണെന്നും അദ്ദേഹത്തെ നേരിടുകയാണെന്നും ഒക്കെയുള്ള വാർത്തകളായിരുന്നു എല്ലാ പത്രങ്ങളിലും. അതിനെന്തു സംഭവിച്ചു? പാർട്ടി സംവിധാനവും സംഘടനാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹത്തെ ഇടംവലം നോക്കാതെ വിമർശിക്കുകയും പൊരിക്കുകയും ചെയ്തു എന്ന മാധ്യമങ്ങളുടെ ആഖ്യാനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ 2 വർഷം മുൻപ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ആ ആഖ്യാനം എങ്ങനെയാണ് നിങ്ങൾ മറന്നുപോകുന്നത്? അതിലൊന്ന് തെറ്റായിരിക്കണം. ഒരിക്കലും മാധ്യമങ്ങളെ വിശ്വസിക്കരുത്. അതെ, ഒരിക്കലും മാധ്യമങ്ങളെ വിശ്വസിക്കരുത്. അതുകൊണ്ട് ഒരിക്കലും ആഖ്യാനത്തെ വിശ്വസിക്കരുത്. അപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, നിലവിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് തോന്നുന്ന കാസ പോലുള്ള വലതുപക്ഷ ക്രിസ്ത്യൻ സംഘടനകളുടെ വളർച്ചയെ നിങ്ങൾ എന്തിനോട് ചേർത്താണ് കാണുന്നത്? അതിന് വാങ്ങാൻ ആളുകളും സ്വീകരിക്കാൻ ആളുകളും ഉള്ളപ്പോൾ. കേരള രാഷ്ട്രീയത്തിൽ ചില തീവ്രമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. നോക്കൂ, അത്തരം പ്രവണതകളുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തിന് മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നമുക്ക് ആ കാര്യത്തിൽ വളരെ വ്യക്തത പുലർത്താം. നോക്കൂ, ഇത് അന്താരാഷ്ട്ര ലോകവുമായി പൂർണ്ണമായും ഇഴുകിച്ചേർന്ന ഒരു സമൂഹമാണ്. മറ്റെവിടെയെങ്കിലും നടക്കുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും കേരള രാഷ്ട്രീയത്തിൽ അതിന്റെ സ്വാധീനമുണ്ട്. 3.5 മലയാളികളിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു അതിചലനാത്മകമായ സമൂഹമാണ്. ഡിജിറ്റൽ വ്യാപനം ഏകദേശം 100%. ടെലിവിഷൻ വ്യാപനത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അത് 150 ആയിരിക്കുമെന്ന് ഞാൻ പറയും. നിങ്ങൾക്കവിടെ 2 ടെലിവിഷൻ സെറ്റുകൾ ഉണ്ടായിരിക്കും. മൊബൈൽ, ഡാറ്റ. അതിനാൽ ആ കണക്ടിവിറ്റിയിലൂടെ വിശാലമായ ലോകവുമായും ദേശീയ രാഷ്ട്രീയവുമായും ബന്ധപ്പെടുമ്പോൾ അത്തരം പ്രവണതകൾ തീർച്ചയായും ഇവിടെയുമുണ്ടാകും. അത് പിന്നിവിടെ ഒരു RSS ഉണ്ടെങ്കിൽ അതിന്റെ സ്വാധീനം മറുവശത്തുമുണ്ടാകും. എന്നാൽ മുൻപ് ഇത് ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. നമ്മളിപ്പോൾ അത് കൂടുതലായി കാണുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. രാഷ്ട്രീയം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ. ആഗോള കേരളം, ഇൻവേർട്ടഡ് കോമ, ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഡൽഹിയിൽ പലപ്പോഴും ആളുകൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് BJPയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നത്? എന്നാൽ കേരളത്തിൽ ആളുകൾ എന്നോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് BJP വളരുന്നത്? അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളോട് മറുപടി പറയുകയാണ്. നോക്കൂ, നമ്മുടെ ആഖ്യാനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന 4 Mകളുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. 1. തീർച്ചയായും പണത്തിന്റെ ശക്തി, ഗുണ്ടാബലം. പിന്നെ മാധ്യമങ്ങളുടെ ശക്തി. പിന്നെ മാനേജ്മെന്റ് തീർച്ചയായും.
നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, സ്ഥാപനങ്ങൾ, സിവിൽ സർവീസുകാർ, ഗവർണർ തുടങ്ങിയവയൊക്കെയുണ്ട്. മാധ്യമാഖ്യാനം. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു ആഖ്യാനമുണ്ട്. കേരളത്തിൽ ഒരു മുഖ്യധാരാ പത്രങ്ങളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മോദിയെയോ അമിത്ഷായെയോ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ പോലും. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഡൽഹിയിൽ തീർച്ചയായും അതൊരു പുതിയ സാധാരണ രീതിയാണ്. അതുകൊണ്ട് അത്തരം വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ഭീമമായ സ്വാധീനം വളരെ വ്യാപകമാണ്. അതിനാൽ അതിന്റെ സ്വാധീനം കേരളത്തിലുമുണ്ടാകും. രണ്ട് പ്രവണതകൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് പുതിയ പ്രവണതകളാണ്. അതായത് ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മുസ്ലിം വിരുദ്ധരാകുന്നു എന്നത്. ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അതൊരു ആശങ്കാജനകമായ പ്രവണതയാണോ? രണ്ടാമതായി മറ്റൊരു പ്രവണത, ഉന്നത വിഭാഗം ഹിന്ദുക്കൾ ഈ ഇടതുപക്ഷ LDFിൽ നിന്ന് മാറി BJPയിലേക്ക് നീങ്ങുന്നു എന്നതാണ്. നിങ്ങളുടെ അടിസ്ഥാന പിന്തുണ ഹിന്ദു വോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രവണതകളും സംഭവിക്കുന്നത്? അതിന്റെ പശ്ചാത്തലം എന്താണ്? കാസയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. അത് ഉയർന്നു വന്ന ഒരു സംഘടനയാണ്. നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടത്തും ഒരു അവസരവാദി വിഭാഗവുമുണ്ട്. അതുകൊണ്ട് BJPയുമായി അടുക്കുന്നത് ഈ എല്ലാ ആനുകൂല്യങ്ങളും നേടിത്തരുമെന്ന് അവർക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും BJPയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു പ്രവണതയുണ്ടാകും. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ ഞാൻ കാണുന്നു. തീർച്ചയായും ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹം BJPയുമായി യോജിച്ചു പോകുന്നു. നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം, ആ ഇസ്ലാം ഫോഫോബിയ, അതായത് ആളിക്കത്തിച്ച ആ മുസ്ലിം വിരുദ്ധ വികാരങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹത്തിലും അതിന്റെ സ്വാധീനമുണ്ട്. കൂടാതെ ആഗോള രാഷ്ട്രീയവും അതിൽ വലിയ നാശം വിതച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രചാരണമുണ്ട്. കൂടാതെ മറ്റിടങ്ങളിൽ, ഉദാഹരണത്തിന് യൂറോപ്പിലോ US-ലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ താമസിക്കുന്ന പല മലയാളികളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മറ്റിടങ്ങളിലുള്ള നിങ്ങളുടെ സഹോദരന്മാരാലും സഹോദരിമാരാലും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ വാട്സാപ്പ് നോക്കുകയാണെങ്കിൽ അതിലെ 50% കേരളത്തിൽ നിന്നല്ല, മറ്റിടങ്ങളിൽ നിന്നാവും വന്നിട്ടുണ്ടാവുക. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ US-ൽ നിന്നോ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് അതൊരു സ്ഥിരമായ ആശയവിനിമയമാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. നോക്കൂ, ക്രിസ്ത്യ സമൂഹത്തിലെ ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ കാര്യമോ? അതും ഒരു ഘടകമാണ്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ മുസ്ലിം സമൂഹത്തിൽ കാര്യമായ ഒരു സ്വാധീനമുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം, അവബോധം, അതുപോലെ സാമ്പത്തിക ഘടകങ്ങളിലും ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. കാരണം അവർ മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കിയ പണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അവർ ഇവിടെ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് അത് അവർക്ക് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പരാതിപ്പെടുന്നു. നോക്കൂ, മികച്ച സ്ഥാപനങ്ങളും മികച്ച ആശുപത്രികളും മുസ്ലിങ്ങൾക്ക് പോയി എന്ന് ഞാൻ പറയും. അത് നല്ലതാണെന്ന്. സാമ്പത്തിക പ്രവർത്തനം ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ആളുകൾ പോകുന്നു, യൂറോപ്പിലേക്കോ US-ലേക്കോ കുടിയേറുന്നവർ. അവർ അവിടെ ഒരു വില്ല വാങ്ങുന്നു, അതായത് ഒരു മോർട്ട്ഗേജ് എടുക്കുന്നു. അവർ അവരുടെ പണം അവിടെ ചെലവഴിക്കുന്നു. അതായത് UAE-ലേക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ പോകുന്ന ഒരാൾ, അവർ ബിസിനസ് ചെയ്യുകയും അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചമുണ്ടാക്കുകയാണെങ്കിൽ അവരത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം നടക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആധിപത്യം ഒരു വിഭാഗം ആളുകൾക്ക് തോന്നാം, നോക്കൂ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പിന്നോട്ട് പോകുകയാണെന്ന്. അതവർ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനവർക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ നിങ്ങൾക്കും അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഞാനും പറയുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. നോക്കൂ, കേരളത്തിൽ നടന്ന അടിസ്ഥാന സൗകര്യ വികസനം ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രം 3.5 ലക്ഷം കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ അതുണ്ടാക്കിയ സാമ്പത്തിക മുന്നേറ്റം അത് എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. ഒരു സമുദായം ഒഴിവാക്കപ്പെട്ടു എന്നല്ല. അതുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായം നടത്തിയ നിക്ഷേപമാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്കും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെ പോസിറ്റീവായി എടുക്കാം. എന്നാൽ ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും സംശയവും കേരള സമൂഹത്തിലേക്കും നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ആ വഴിക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ടായേക്കാം. അവിടെയാണ് BJP മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് കേരള സ്റ്റോറി പോലുള്ള പ്രചാരണ സിനിമകൾക്ക് ഒരു പങ്കുവഹിക്കാനുള്ളത്. നിങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിന് ഉത്തരം നൽകിയില്ല. അതെന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ LDFിൽ നിന്ന് അകന്നു പോകുന്നത്? കൂടാതെ നിങ്ങളുടെ ശബരിമലയിലെ പറയപ്പെടുന്ന ആ മലക്കമറിച്ചിലും ഒരു കാരണമാണ്.
അതും ഒരു കാര്യകാരണമാണ് അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അവരകന്നു പോവുകയാണ്. നിങ്ങളാണെങ്കിൽ ഇല്ല, ഞങ്ങൾ ആ നിലപാടെടുക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന് ഉത്തരം നൽകി എന്നാണ് കരുതിയത്. കാരണം നമുക്ക് പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കാൻ കഴിയില്ല. നോക്കൂ, നമ്മൾ ഈ വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. നോക്കൂ, ഒരുപാട് വെറുപ്പും വിദ്വേഷവും എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഒരു മലയാളിക്ക് എപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കുമിടയിൽ ഒരു ബെർലിൻ മതിൽ എന്നൊന്നില്ല. ശരിയാണ്. അതെ, അതുതന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഇടയ്ക്കിടെ ഇവിടെ വരുന്നു, ആഭ്യന്തരമന്ത്രി ഇടയ്ക്കിടെ ഇവിടെ വരുന്നു, മുഴുവൻ മീഡിയയും വരുന്നു, ഇവിടെ വന്നെത്തുന്നു. ഈ കൊഴുപ്പിച്ചെടുത്ത പ്രചരണത്തിന്റെ വ്യാപ്തി, അതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, നമ്മൾ സ്വാധീനിക്കപ്പെടും. ഒരു വിഭാഗം സ്വാധീനിക്കപ്പെടും. നായർ സമുദായം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ നായർ സമുദായത്തിലെ ഒരു വിഭാഗം അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം. അപ്പോൾ അതുമൂലം നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പുനഃക്രമീകരിക്കേണ്ടി വന്നോ? നോക്കൂ, അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അതിനെ തടയിടാൻ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞ ഈ 4 എംകൾ, പണം, മീഡിയ, മാനേജ്മെന്റ്, പിന്നെ മെസ്സിൽ പവർ തുടങ്ങിയ ഈ 4 എംകൾ എടുത്താൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഇപ്പോൾ നിങ്ങൾ ചില ജില്ലകളിൽ നോക്കിയാൽ, മുനിസിപ്പൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും പോയാൽ നിങ്ങൾക്ക് UP രജിസ്ട്രേഷൻ, ബീഹാർ രജിസ്ട്രേഷൻ, മധ്യപ്രദേശ് രജിസ്ട്രേഷനുകൾ കാണാം. പ്രവർത്തകർ, അവരിൽ 100 കണക്കിന് പേർ അവിടെ ഓടി നടക്കുന്നത് കാണാം. അത് അവിടെ നിന്ന് അയച്ചതാണ്. എത്ര പണമാണ് ഇവിടേക്ക് വരുന്നത്? കേരളത്തിൽ ഒരു അർദ്ധരാത്രിയിലെ കവർച്ചയുണ്ടായി. കർണാടക BJPയിൽ നിന്ന് ഒരു ട്രക്ക് നിറയെ പണം അയച്ചു. അത് കേരളത്തിൽ BJPക്കാർ തന്നെ കൊള്ളയടിച്ചു. അപ്പോൾ എന്താണ് അതിനർത്ഥം? നോക്കൂ, അമിത് ഷാ നടത്തിയ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു. UPയേക്കാൾ കേരളം കിട്ടിയാൽ ഞാൻ കൂടുതൽ സന്തോഷവാനായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പോൾ BJP കേരളത്തിന് നൽകിയിട്ടുള്ള ഊന്നൽ കാണുക. UPയേക്കാൾ ഉപരി കേരളത്തെ ഒരു തളികയിൽ ലഭിക്കുന്നതിൽ അദ്ദേഹം അതിയായി സന്തോഷിക്കും. അതാണ് BJPയുടെ നിലപാട്. അതിനാൽ അത്രയധികം പ്രാധാന്യമാണ് അവർ കേരളത്തിന് കൽപ്പിക്കുന്നത്. നിങ്ങൾ സഞ്ചരിക്കുന്ന മലയാളിയെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന മലയാളി ലോകം മാത്രമല്ല, രാജ്യത്തെയും കൂടി കാണുന്നു എന്ന വസ്തുതയെക്കുറിച്ചും സംസാരിച്ചു. യുദ്ധത്തിന്റെ ആഘാതം എത്രത്തോളമുണ്ട്, അതെങ്ങനെയുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത്? ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു പ്രമേയം വേണമെന്നും നിങ്ങൾ ആവശ്യപ്പെട്ടു. അത് തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനം ചെലുത്താൻ പോകുന്നു? വലിയ സ്വാധീനം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നോക്കൂ, 12% മലയാളികൾ, അത് ഞാൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്ഥിതിവിവര കണക്കാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അത് ഏകദേശം 10 മുതൽ 12% വരെ ആയിരിക്കണം. കൂടാതെ ഓരോ വീട്ടിലും അവിടെ ഒരു അന്നദാതാവുണ്ട്. കൂടാതെ നമ്മുടെ കാഴ്ചപ്പാട്, അടിസ്ഥാനങ്ങൾ, ചായ്വുകൾ എന്നിവയെല്ലാം അവിടെയുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു. നമ്മുടെ ശൈലി പോലും, ഭക്ഷണ രീതി പോലും. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇവിടുത്തെ ഭക്ഷണശാലകൾ നോക്കുകയാണെങ്കിൽ, ഗൾഫിലെ മിക്ക ഭക്ഷണ രീതികളും ഇവിടെയും എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തരിയും അവിടെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ അതിന് കേരളത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി അത് നമ്മളെ വളരെ മോശമായി ബാധിക്കാൻ പോകുന്നു. അത്ര എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. പക്ഷെ ഞാൻ കരുതുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ ആഘാതം എന്തായിരിക്കുമെന്നാണ്. തെരഞ്ഞെടുപ്പ് ഞാൻ ഉദ്ദേശിച്ചത് പലർക്കും ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അതൊരു കാര്യമാണ്, അതൊരു ഘടകമാണ്. രണ്ടാമതായി, ഞാൻ അത്രയധികം കാണുന്നില്ല. തിരികെ വരേണ്ടത് നിങ്ങളുടെ വോട്ടർമാരാണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ വിഭാഗത്തിൽ നിന്നും. അതൊരു വലിയ സംഖ്യയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പലരും അവരുടെ രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കാരണം വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നു. കാരണം അവരിൽ പലരും ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരായിരിക്കും. അവർ സജീവമായിരുന്നു. അതിനാൽ പ്രചാരണം കാണാൻ അവർ ഇവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അത് കേരളത്തിൽ അതൊരു ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാം. തെരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥ സ്വാധീനമൊന്നും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയൊരു യഥാർത്ഥ സ്വാധീനമില്ല. പക്ഷേ സമ്പദ് വ്യവസ്ഥയിലും മറ്റ് വശങ്ങളിലും ഉണ്ട്. നിങ്ങളും കോൺഗ്രസും പരസ്പരം BJPയാണെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2024-ൽ തെക്കും മധ്യമേഖലയിലും നിങ്ങൾക്ക് ധാരാളം വോട്ടുകൾ നഷ്ടപ്പെട്ടു, പ്രധാനമായും BJPക്ക്. അതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ നിങ്ങളുടെ യഥാർത്ഥ ശത്രു BJPയല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, അവർ 38%-നും 41%-നും ഇടയിൽ കുടുങ്ങിപ്പോയതായി തോന്നുന്നു. ഈ പ്രദേശങ്ങളിൽ നിങ്ങൾ 10%, 12% താഴോട്ടു പോയി, 10% BJPക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് BJPയെക്കുറിച്ച് കൂടുതൽ ആശങ്കയില്ലേ? അവരെ പിന്നോട്ട് തള്ളാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയില്ല. നോക്കൂ,
നിങ്ങൾ 20 വർഷം പിന്നോട്ടു പോയാൽ BJP 6%, 7% എന്ന നിലയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് 15% ലോക്സഭയിൽ 19% എത്തിയേക്കാം. പക്ഷേ 15% മുതൽ 16% വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ട് പോയത് ഇടതുപക്ഷത്തു നിന്ന് മാത്രമല്ല, ഏറെക്കുറെ UDFിൽ നിന്നും കൂടിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ വശം പ്രത്യയശാസ്ത്രമാണ്. ക്ഷമിക്കണം, പക്ഷേ നിങ്ങളുടേത് വളരെ കൂടുതൽ ചാഞ്ചാടുന്നു. അവർ തെരഞ്ഞെടുപ്പ്, പൊതുതെരഞ്ഞെടുപ്പ്, നിയമസഭ എന്നിവയ്ക്കിടയിൽ 2%, 3% നീങ്ങുന്നു. കഴിഞ്ഞ 2 തവണകളിലായി നിങ്ങൾ മേഖലകളിൽ 45%-ൽ നിന്ന് 32%-ലേക്ക് താഴ്ന്നു. ഇല്ല, പക്ഷെ അതിനൊരു കാരണമുണ്ട്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 കക്ഷികൾ കോൺഗ്രസും BJPയുമാണ്. സ്വാഭാവികമായും ആളുകൾ BJPയെ കൂടുതൽ പിന്തുണയ്ക്കാൻ ചായ്വ് കാണിക്കും. കാരണം മോദി ഘടകം അവിടെയുണ്ട്. BJP അവിടെ ഒരു യഥാർത്ഥ ശക്തിയാണ്. BJPക്ക് ബദൽ കോൺഗ്രസുമാണ്. അതുകൊണ്ട് പ്രവണത എന്തെന്നാൽ, അതായത് ഞങ്ങൾക്ക് കൂടുതൽ നഷ്ടപ്പെടും, അതായത് ഇടിവ് കൂടുതലും ഇടതുപക്ഷത്തു നിന്നായിരിക്കും. അതുകൊണ്ട് അത് യുക്തിസഹവും ന്യായവുമാണ്. പക്ഷേ ഞങ്ങളുടെ നിലപാടിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ആശയപരമായും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ BJPക്ക് എതിരാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ UDFിനോടാണ് പോരാടുന്നത്. അതാണ് കാരണം. 2004-ൽ ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി. ഏകദേശം 63-64 ലോക്സഭാ സീറ്റുകൾ നേടി. ഞങ്ങൾ ഡൽഹിയിൽ വന്നു. വെള്ളിത്താലത്തിൽ വെച്ച് ഞങ്ങളത് മൻമോഹൻ സിംഗിന് നൽകി. നിങ്ങൾ ഭരിക്കൂ, നിങ്ങൾ സർക്കാർ രൂപീകരിക്കൂ, ഞങ്ങൾക്കൊരു ഗ്യാസ് സിലിണ്ടർ പോലും തിരികെ വേണ്ട. അതാണ് ഞങ്ങൾ പറയുന്നത്. ഗ്യാസ് കണക്ഷൻ, അതായിരുന്നു ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. BJPയെ മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ ഞങ്ങൾ കാണിക്കുന്ന ആ ഉറച്ച നിലപാടിനോട് കോൺഗ്രസ് ഒരിക്കലും അതേ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ക്ഷമിക്കണം, പഴയ വിഷയത്തിലേക്ക് വന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ 20% പേർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അധിക 5% പേർ ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നതിലുള്ള കുറ്റബോധമോ ഭയമോ എന്തുതന്നെയായാലും അതിനെയെല്ലാം മറികടന്നിരിക്കുന്നു. അപ്പോൾ അവരെ വീണ്ടും BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ എന്താണുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കൊരു അതിർവരമ്പുണ്ട്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ ആ അതിർവരമ്പ്, ആ ലക്ഷ്മണരേഖ കടന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നാണോ? BJPക്ക് 19% കിട്ടിയപ്പോൾ ഞാൻ പ്രവചിച്ചിരുന്നു. പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് 4% കുറയുമെന്ന്. അതുപോലെ സംഭവിച്ചു. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ലോക്സഭയിൽ കിട്ടിയ വോട്ട് ഇത്തവണ അവർക്ക് കിട്ടില്ല. കാരണം BJP ഒരു പ്രധാന ശക്തിയല്ല. അവർക്ക് സ്വാധീനമുള്ളത് ഒരുപക്ഷെ 12 മണ്ഡലങ്ങളിലായിരിക്കും, അതിൽ കൂടുതലില്ല. അതുകൊണ്ട് BJPക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടിയേക്കാം എന്ന ആ ഭയം എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മുറിവേൽക്കുമെന്ന് BJP നിങ്ങളുടെ പാർട്ടിയെ കൂടുതൽ ദോഷപ്പെടുത്തും എന്നത് ഇല്ല. അവിടെ ഒരു കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സിദ്ധാന്തമുണ്ടായിരുന്നു. 15% വരെ അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന്. BJP 15% എന്ന പരിധി കടന്നാൽ അത് ഇടതുപക്ഷത്തെ ദോഷപ്പെടുത്തും. അത് പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും ഒരു സിദ്ധാന്തമായിരുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുയായികൾ, അല്ലെങ്കിൽ ഭക്തർ, ശരി, തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ വിശ്വസിക്കരുത്. ശരി, പക്ഷേ അത് അതുപോലെയല്ല. നോക്കൂ, അവർക്ക് എവിടെ നിന്നാണ് വോട്ടുകൾ കിട്ടുന്നത്? ഏത് നിയോജക മണ്ഡലം? അവരെവിടെയാണ് വിള്ളലുണ്ടാക്കുന്നത്? ഇതെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് ഒരു മാക്രോ തലത്തിലുള്ള വിശകലനം നടത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിം സമുദായത്തിന്റെ വളർന്നുവരുന്ന സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ചും അതൊരു നല്ല കാര്യമാണെന്നും നിങ്ങൾ സംസാരിച്ചിരുന്നു. എന്നാൽ വളർന്നുവരുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം കൂടിയുണ്ട്. മുസ്ലിം ലീഗിനെ കൂടാതെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരുന്ന സ്വാധീനമുണ്ട്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മറ്റു പല സമുദായങ്ങളെയും അരക്ഷിതരാക്കുന്നു. കൂടാതെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും അനുകൂലമായുള്ള മുസ്ലിം വോട്ടുകളുടെ ഈ ഏകീകരണം ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ ബാധിക്കില്ലേ? ഞാൻ അവസാന ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം എന്നൊന്നില്ല. തീർച്ചയായും ചില സ്ഥലങ്ങളിൽ മോദി UDFന് അതിൽ നിന്ന് പ്രയോജനം ലഭിച്ചേക്കാം. ഉദാഹരണത്തിന് മലപ്പുറം ഭൂരിപക്ഷം സീറ്റുകളും UDF നേടിയേക്കാം. മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം സമുദായം എന്നാൽ എന്താണ്? അത് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുമുണ്ട്. അതിനാൽ UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ഒരു ധ്രുവീകരണമോ കേന്ദ്രീകരണമോ എന്നൊന്നില്ല. അത് അങ്ങനെ സംഭവിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തീർച്ചയായും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അത് UDF മാത്രമല്ല. ഞാൻ ഉദ്ദേശിച്ചത് 2 പ്രധാന കളിക്കാർ കോൺഗ്രസും BJPയുമാണ്. സ്വാഭാവികമായും
അവർക്ക് ചായ ഉണ്ടാകും. അവരെനിക്ക് വോട്ട് ചെയ്താലും ഞാൻ, അതായത് അവിടുത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നതിൽ അവർക്ക് ഉറപ്പില്ല. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഒരുപാട് ആശങ്കാജനകമായ മേഖലകളുണ്ട്. അതായത് നിങ്ങളുടെ ആദ്യത്തെ വശം, ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു തീവ്രമായ പ്രവണതയുണ്ട്. ഞങ്ങൾ അതിനെ എതിർത്തു പോരുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ കഴിയും. ഇവരെല്ലാം ഒരുമിച്ചാണ്. തീവ്ര ഹിന്ദു സംഘടന, തീവ്ര മുസ്ലിം സംഘടന, തീവ്ര ക്രിസ്ത്യൻ സംഘടന, ഇവർ തികച്ചും ഒത്തൊരുമിച്ചാണ് കളിക്കുന്നത്. കാര്യങ്ങളുടെ ഒരുതരം സൂചനാവൽക്കരണം നടക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഒവൈസിയും RSSും മറ്റൊരു തരത്തിൽ സഹകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ ഒറ്റപ്പെട്ടവരല്ല എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണ്. കാരണം RSSനോ ഏതെങ്കിലും തീവ്ര സംഘടനകൾക്കോ ഇവിടെ കാലുറപ്പിക്കാൻ അവസരം നൽകാതെ കേരളത്തെ സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം മുൻപന്തിയിലായിരുന്നു. എനിക്ക് പറയാൻ കഴിയും, പിണറായി വിജയന്റെ പ്രധാന നേട്ടം എന്തായിരിക്കാമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ കേരളത്തിന്റെ സാമൂഹിക മൂലധനത്തിന്റെ വർധനവാണെന്ന് ഞാൻ പറയും. ഞാൻ ക്ഷേമ പ്രവർത്തനങ്ങളോ സാമ്പത്തിക വികസനമോ ദേശീയ പാതകളോ പറയില്ല. വ്യക്തിപരമായി ഇത് ഞാൻ പാർട്ടിയുടെ വക്താവായിട്ടല്ല സംസാരിക്കുന്നത്. വ്യക്തിപരമായി ഇന്ത്യയെ കണ്ടിട്ടുള്ള ഈ ഭയാനകമായ സംഭവങ്ങളിൽ പലതിനും സാക്ഷിയായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടം കേരളത്തിന്റെ സാമൂഹിക മൂലധനത്തിന്റെ വർധനവും സമ്പുഷ്ടീകരണവുമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഈ സാമൂഹിക മൂലധനത്തെ തകർക്കാൻ ഈ തീവ്ര സംഘടനകൾ കൈകോർത്തു പ്രവർത്തിക്കുകയാണ്. എന്തോ ഒരുതരം ധാരണയുണ്ട്. ഈ സംഘടനകൾക്കിടയിലുള്ള ഒരുതരം സിംഫണിയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടനകളെ സ്ഥിരമായി എതിർക്കുന്നത്. വളരെ വ്യക്തം. നന്ദി. വളരെ സങ്കീർണമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സംഗ്രഹം നൽകി അവസാനിപ്പിക്കൂ. ലളിതമായി 3 പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ തീർച്ചയായും ആരാണ് ജയിക്കാൻ പോകുന്നത്? ലളിതം. നിങ്ങൾ ചോദിച്ച ഏറ്റവും ലളിതമായ ചോദ്യം, ആരാണ് വിജയിക്കാൻ പോകുന്നത്? ഞങ്ങൾ വിജയിക്കും. ഇടതുപക്ഷം വിജയിക്കും. അതെ, അതൊരു നല്ല തുടക്കമാണ്. നോക്കൂ, ഒരു കാര്യം വളരെ 3 പ്രധാന വിഷയങ്ങൾ. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രവർത്തന മികവ് മുൻനിർത്തിയാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു ശ്രദ്ധാമാറ്റവുമില്ല. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ നേരിടാനാവില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നതുകൊണ്ട് അവർ ഈ ബാഹ്യമായ വിഷയങ്ങളെല്ലാം കൊണ്ടുവരുന്നു. അതായത് ആർക്കോ ഒരു രഹസ്യ ധാരണയുണ്ടെന്നും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. 3 മേഖലകളിൽ ഇടതുപക്ഷം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സാമൂഹിക മൂലധനം, ഞാനത് മാറ്റിവെക്കട്ടെ, കാരണം അതിപ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആഖ്യാനമല്ല. എന്നാൽ ആ 3 മേഖലകളിൽ ഒന്ന് ക്ഷേമരാഷ്ട്രീയമാണ്. കേരളത്തിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. പലരാലും പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാതൃകയാണത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബേണി സാൻഡേഴ്സിനെ പോലുള്ളവർ പോലും അതിനെക്കുറിച്ച്, ആ ക്ഷേമ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം സാമൂഹിക സൂചികകളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള സാമൂഹിക മേഖലകളിലെ നിക്ഷേപം. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂൾ സന്ദർശിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു വിദേശ സർവകലാശാലയാണോ? നിങ്ങൾ അങ്ങനെ പോലും ചിന്തിച്ചേക്കാം. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. പിന്നെ മൂന്നാമത്തേത്, ഞങ്ങൾ സാമ്പത്തിക മുന്നേറ്റത്തിനോ അതുപോലുള്ള നിക്ഷേപങ്ങൾക്കോ അനുകൂലമല്ല എന്ന് ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു കളങ്കമുണ്ടായിരുന്നു. ആ കളങ്കം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റ് മേഖലകളിലും കേരളത്തിലേക്ക് വന്ന വലിയ നിക്ഷേപം കേരളത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. നോക്കൂ, കഴിഞ്ഞ വർഷം 2,58,00,000 വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു. ഒരു വർഷത്തിനുള്ളിൽ അത് ജനസംഖ്യയ്ക്ക് തുല്യമാകും. അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നമുക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള ഒരു അവസ്ഥയിലല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പ്രചാരണത്തിന് പ്രധാനമല്ലാത്ത മറ്റ് വിഷയങ്ങൾ അവർ കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെക്കൂടി തടയിടാനായി ഞങ്ങൾക്ക് ശ്രദ്ധ മാറ്റേണ്ടി വരുന്നു. അതാണ് പ്രശ്നം. ഇല്ല, നിങ്ങൾ സംഗ്രഹിച്ചപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവരുടെ നേട്ടങ്ങൾ സംഗ്രഹിക്കുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? നോക്കൂ, കേരളത്തിൽ 10 വർഷം അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അതും കേരളത്തിൽ. എനിക്കിനി കോൺഗ്രസിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. കാരണം നോക്കൂ, കോൺഗ്രസിന്റെ അടിത്തറ കേരളത്തിലാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് യഥാർത്ഥത്തിൽ കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. കേരളത്തിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പിടിച്ചുലയ്ക്കും. അതുകൊണ്ടാണ് അവർക്കിത്ര വെപ്രാളം. കാരണം കേരളമില്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിഴുതെറിയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതെന്റെ ഊഹമാണ്. ആ കുടുംബത്തിന്
ആ പവിത്രത ഇനിയുണ്ടാകില്ല. അതുകൊണ്ടാണ് കേരളം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഏത് വിധേനയും അത് നേടിയെടുക്കണമെന്നും അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള പോരാട്ടം. അപ്പോൾ BJPയോ? BJP അവർക്കിപ്പോൾ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവർക്കത് സാധിക്കുക? അത്ര ലളിതമാണ് കാര്യം. അവരുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ മെച്ചങ്ങൾ തീർച്ചയായും സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഈ എല്ലാ സൂചകങ്ങളിലും അവർ ഞങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അവർ പണമൊഴുക്കുന്ന രീതി, അവർ സ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്ന രീതി, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രക്കുറിപ്പിൽ ഒരു താമര ചിഹ്നം കാണാം. അതുകൊണ്ട് സ്ഥാപനങ്ങളുടെ ദുരുപയോഗം നടക്കുന്നു. ഗവർണർ ഒരു വാടക കൊലയാളിയെ പോലെയാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നേറ്റം നടത്തിയില്ലെങ്കിൽ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. CPMന്റെ കാര്യമോ? നിങ്ങൾ തോറ്റാൽ, അതായത് നിങ്ങൾക്ക് ഒരിടത്തും നിലനിൽപ്പുണ്ടാവില്ല. ഞങ്ങൾ ഇല്ലാതാകുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ ഈ പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കട്ടെ. ഈ 3 കളിക്കാർക്കും ഇത് വളരെ പ്രധാനമാണ്. കേരള രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് CPMന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, ഇടതുപക്ഷ സ്വാധീനത്തിനു വേണ്ടിയുമാണെന്ന് ഞങ്ങൾ കരുതുന്നു. നോക്കൂ, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിന്റെ 4 തിരുകൾക്കപ്പുറവും വലിയ സ്വാധീനമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഞങ്ങൾ കേരളത്തിലാണുള്ളത്. ആഗോളതലത്തിൽ നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുതിയ ഇടതുപക്ഷത്തെ ഉയർത്തിക്കാട്ടുകയാണ്. ഇതിനെ കേരളത്തിലെ ഒരു പുതിയ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പുതിയ ഇടതുപക്ഷം എന്ന് വിളിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതുപക്ഷം മാത്രമാണ്. അതെ. വളരെ നന്ദി, അടൂർ. വളരെ നന്ദി.